ജീവിതം ഒരു പെൻഡുലം. മതം പൊട്ടി അലറുന്ന ഇടവപ്പാതിക്കാറ്റ്, ഇടിയും മിന്നലും എല്ലാം തകർക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് തുള്ളിക്കൊരു കുടമെന്ന കണക്കിൽ കൊട്ടിക്കൊണ്ടു പെയ്യുന്ന മഴ. സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. കരിമ്പാലയത്ത് എന്ന പേരിൽ ഹരിപ്പാട്ട് ഗ്രാമത്തിലും ചുറ്റുവട്ടത്തും പ്രശസ്തി നേടിയ ഞങ്ങളുടെ നാലുകെട്ട് വർഷത്തിൻ്റെ ദയാശൂന്യമായ ചടുല നൃത്തം കണ്ട് നടുങ്ങി നിൽക്കുകയാണ്. അതിവിശാലമായ പൂമുഖം, വളരെ നീണ്ട കിഴക്കേ വരാന്ത, അകത്തളങ്ങൾ, അടുക്കള പൂമുഖം, നാലുകെട്ടിൻ്റെ വടക്കേ മുറ്റത്ത് പരാജയം സമ്മതിച്ച് ചെരിഞ്ഞു നിൽക്കുന്ന ഉരൽപ്പുര, നാളുകളായി മെയ്യനങ്ങാതെ എന്തൊരു മിനക്കേട് എന്ന് നിശബ്ദമായി വിലപിക്കുന്ന ഉരലുകളും ഉലക്കുകളും എല്ലാം മഴയുടെയും കാറ്റിൻ്റെയും ആഘാതമേറ്റ് തളർന്നു കഴിഞ്ഞു. പുറത്തു മാത്രമല്ല, അകത്തും വെള്ളമൊഴുകുകയാണ്. വലിയ വീടാണെങ്കിലും ഓല മേഞ്ഞതാണ്. ഇടവപ്പാതി തുടങ്ങും മുൻപ് വീട് മേയണമായിരുന്നു. നടന്നില്ല. വീട് നന്നായി മേയണമെങ്കിൽ 3000 മടൽ ഓല വേണം. 37.5 സെന്റ് ഭൂമിയിൽ 30-ലേറെ തെങ്ങുകളുണ്ട്. ആ തെങ്ങുകളിലെ ഓലകൾ അടുക്കളയിലും മുറ്റത്തുമുള്ള അടുപ്പുകൾ കത്തിക്കാനും രാത്രി യാത്ര ചെയ്യുമ്പോൾ വെളിച്ചം നൽകുന്ന ചൂട്ടുകറ്റകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കും. മിച്ചം വരുന്ന ഓലകൾ മെടഞ്ഞു കെട്ടി വീട്ടിലെ പടിഞ്ഞാറ ചായ്പിൻ്റെ ഭിത്തിയിൽ ചാരി വയ്ക്കുന്നത് പുറം ജോലിക്കാരായ രാമൻ്റെയും ഭാര്യയുടെയും അവരുടെ മകൻ വാസുവിൻ്റെയും ജോലിയാണ്. പുലരുമ്പോഴേ എത്തുന്ന രാമനും കെട്ടിയോളും അമ്മ കൊടുക്കുന്ന അത്താഴവും കഴിച്ച മടങ്ങും. രാമനെ ജാതിപ്പേര് ചേർത്താണ് വിളിക്കുക. രാമൻ്റെ ഭാര്യയ്ക്ക് ജാതിപ്പേര് മാത്രമേ ഉള്ളൂ. ആ സ്ത്രീക്ക് ഒരു പേരുണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല. മുറ്റം തൂത്ത് വൃത്തിയാക്കുന്നതും ഓല മെടയുന്നതും ആ വൃത്തിയായ സ്ത്രീയാണ്. തെങ്ങിന് വളമിടുന്നതും അമ്മയുടെ മലക്കറി കൃഷിക്ക് സഹായം ചെയ്യുന്നതും രാമനാണ്. വാസു മറ്റു വീടുകളിലെ ജോലിക്ക് പോകും. ജോലി കിട്ടാത്ത ദിവസങ്ങളിൽ അവൻ കരിമ്പാലയത്ത് വരും. രാമൻ്റെ മകൾ നാണി ചെന്നിത്തലയിലുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വരുമ്പോൾ അവളും അച്ഛനമ്മമാരെ സഹായിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വരും. വീതി കുറഞ്ഞ ഒരു മുണ്ടു മാത്രമാണ് രാമൻ്റെ വേഷം. രാമൻ്റെ ഭാര്യയുടെയും വേഷം അതുതന്നെ. അവൾ മാറും മറയ്ക്കാറില്ല. അവർ മുറ്റം തൂക്കുമ്പോൾ അവരുടെ മുലകൾ ശൂന്യമായ 2 മടിശീലകൾ പോലെ ഇളകിയാടും. എന്നാൽ അവരുടെ മകൾ നാണി റവുക്കയിട്ട് മാറുമറയ്ക്കും. ഇന്നത്തെ ബ്രേസിയറും ബ്ലൗസും ഒന്നാകുന്ന ഒരു സംവിധാനമാണ് റവുക്ക. തെങ്ങിൽ കയറി തേങ്ങയിടുന്നത് കുഞ്ഞു കുഞ്ഞാണ്. അക്കാലത്ത് തെങ്ങിൽ കയറുന്നതും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ജോലിയായിരുന്നു. കുഞ്ഞിന് പ്രായമായി. അയാൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ മകൻ നാരായണനാണ് നാളികേരമിടാൻ വരിക. നാരായണൻ യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ മകനല്ലെന്നും അയാളുടെ ഭാര്യയിൽ ആദ്യ ഭർത്താവിന് ജനിച്ച മകനാണെന്നും ആദ്യമൊന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. യുവാവായ നാരായണനോട് ഒരു കൊച്ചുകുട്ടിയോടുള്ള വാത്സല്യമാണ് കുഞ്ഞു കാണിച്ചിരുന്നത്. അമ്മ കുഞ്ഞിനെ പേരാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ കുട്ടികളോട് അവരുടെ പേരിൻ്റെ കൂടെ മൂപ്പർ എന്നുകൂടി ചേർത്ത് വിളിക്കണമെന്ന് ഉപദേശിച്ചിരുന്നു. സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരെയും ബഹുമാനിക്കണമെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. പ്രായം കൂടിയവരെ ബഹുമാനിക്കണം, അവിടെ ജാതി നോക്കരുത് എന്ന് അമ്മ പറയുമായിരുന്നു. എന്നാൽ മുറ്റത്ത് കുഴി വെട്ടി അതിൽ വാഴയില കുമ്പിളായി വെച്ച് ആഹാരം കഴിക്കുന്ന അവരെ വരാന്തയിലിരുത്തി ഭക്ഷണം വിളമ്പാൻ അമ്മ ശ്രമിച്ചെങ്കിലും ബന്ധുക്കളുടെ എതിർപ്പ് മൂലം അത് നടന്നില്ല. എന്ന് മാത്രമല്ല, കുടുംബത്തിൻ്റെ വൃത്തങ്ങളിൽ അമ്മയ്ക്ക് നിഷേധി എന്ന പേര് വീഴുകയും ചെയ്തു. നാലുകെട്ടിൻ്റെ തെക്കുഭാഗത്തായി ഒരു ചാവടിയുണ്ട്. ഇന്ന് നമ്മൾ അതിന് ഔട്ട് ഹൗസ് എന്നാണ് പറയുക. തുറന്ന വരാന്തയും 2 അറ്റങ്ങളിലായി 2 മുറികളും ഒരു അടുക്കളയുമുള്ള ചെറിയ വീട്. അമ്മയേക്കാൾ 20 വയസ്സിൻ്റെ പ്രായക്കൂടുതലുള്ള സഹോദരൻ ഡോക്ടർ PC പത്മനാഭൻ തമ്പിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ആ ചാവടി. അദ്ദേഹം പ്രശസ്ത ചിത്രകാരനും ദന്ത ഡോക്ടറും ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLCയുമായിരുന്നു. മേൽസഭയിലും കീഴ്സഭയായ പ്രജാസഭയിലും അംഗങ്ങളായ സുഹൃത്തുക്കൾ അമ്മാവനെ കാണാൻ വരുമായിരുന്നു. അന്നത്തെ സാമൂഹിക നിയമം അനുസരിച്ച് താഴ്ന്ന ജാതിക്കാർക്ക് നാലുകെട്ടിൻ്റെ വരാന്തയിൽ കയറാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവരെ സത്കരിക്കാനും ആവശ്യമുണ്ടെങ്കിൽ താമസിപ്പിക്കാനുമായാണ് അമ്മാവൻ ആ ചാവടി പണി കഴിപ്പിച്ചത്. പ്രശസ്തനായ ഉടപ്പിറന്നവൻ 39-ാം വയസ്സിൽ അൽപായുസായി മരിച്ചപ്പോൾ അത് നാഥനില്ലാത്ത വീടായി. പിന്നെ അമ്മ ചാവടി വാടകയ്ക്ക് കൊടുത്തു. പ്രശസ്ത സംഗീതജ്ഞനായ മലബാർ ഗോപാലൻ നായരാണ് ഏറെക്കാലം ആ ചാവടിയിൽ വാടകയ്ക്ക് താമസിച്ചത്. ആവശ്യമായ അറ്റകുറ്റപ്പണി നടത്താൻ പണമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചാവടി ഒഴിഞ്ഞു കിടക്കുകയാണ്.
ചാവടിയും ഓലക്കെട്ടിടമാണ്. അതും മേഞ്ഞിട്ടില്ല. മഴയുടെ അട്ടഹാസം അടങ്ങുന്നില്ല. നാലുകെട്ടിൻ്റെ തെക്കേ തളത്തിൽ ഗതകാല വൈഭവത്തിൻ്റെ അവശേഷിച്ച പ്രതീകങ്ങളിലൊന്നായ തൂക്കുമഞ്ചത്തിൽ അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നിരുന്ന ഞാൻ ഞെട്ടിയുണർന്നു. എൻ്റെ മുഖവും ശരീരവും നനഞ്ഞിരിക്കുന്നു. കാറ്റിൻ്റെ കരുത്ത് ആവാഹിച്ചെടുത്ത മഴവെള്ളം ബലമറ്റ പഴയ ഓലകളെയും ചിതൽ തിന്ന കഴുക്കോലകളെയും ശക്തി ക്ഷയിച്ച മേൽത്തട്ടിനെയും തോൽപ്പിച്ചാണ് താഴെ വന്ന് എന്നെ കുളിപ്പിച്ചത്. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ചു. കാറ്റിൻ്റെയും മഴയുടെയും ആരവത്തിനിടയിലും തളരാത്ത അമ്മയുടെ കരച്ചിൽ എന്നെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ള വർഷതാളമാണ് എൻ്റെ അമ്മയുടെ തേങ്ങലുകൾ. പെട്ടെന്ന് ഞെട്ടിച്ച മിന്നൽ പ്രഭയിൽ നടുമുറ്റത്തിൻ്റെ തൂണിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മയെ ഞാൻ കണ്ടു. അടുത്ത മിന്നലിൻ്റെ ഭയപ്പെടുത്തുന്ന ഇത്തിരി വെട്ടത്തിൽ ഓടിച്ചെന്ന് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. 5 വയസ്സുകാരനായ എന്നെ അമ്മ വാരിയെടുത്ത് തോളിൽ കിടത്തി ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ, നീ ഉണർന്നോ? മുഖത്ത് വെള്ളം വീണമ്മേ, മെത്ത മുഴുവനും നനഞ്ഞു. അമ്മ ഈറനണിഞ്ഞ എൻ്റെ മുഖത്ത് ഉമ്മ വച്ചു. അമ്മയുടെ കണ്ണീരും എൻ്റെ മുഖം നനച്ച മഴവെള്ളവും ഒന്നായി. പിള്ളേരെങ്കിലും ഉണരാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ വാവുത്തത്തൻ എന്ന് വിളിക്കുന്ന വലിയേട്ടൻ വാസുദേവൻ തമ്പിയും കൊച്ചേട്ടൻ ഗോപാലകൃഷ്ണൻ തമ്പിയും അറയുടെ തെക്കേപ്പുരയിൽ വാതിലടച്ചുറങ്ങുകയാണ്. മഴ എത്ര ശ്രമിച്ചാലും അറയിൽ ആധിപത്യം ചെലുത്തുക എന്നത് എളുപ്പമല്ല. തേക്കിൻ തടി കൊണ്ടാണ് മേൽത്തട്ടി തീർത്തിട്ടുള്ളത്. നെല്ലിടുന്ന പത്തായങ്ങളുള്ള മുറികളാണവ. അറയും അറയോട് ചേർന്ന മുറികളും മണിച്ചിത്രത്താഴുകൾ പതിച്ച കതകുകളുള്ള മുറികളാണ്. വാതിൽ തുറക്കുന്ന ശബ്ദം അയൽ വീടുകളിൽ കേൾക്കും. വിളക്ക് കൊളുത്തമ്മേ, എനിക്ക് പേടി വരുന്നു. എനിക്കൊരു ഉമ്മ കൂടി തന്ന് അമ്മ പറഞ്ഞു. ഞാൻ നോക്കി മക്കളെ, തീപ്പെട്ടി നനഞ്ഞുപോയി, കത്തുന്നില്ല. എന്നെ താഴെ നിർത്തി നെഞ്ചത്തടിച്ച അമ്മ നിലവിളിച്ചു. എൻ്റെ വേലായുധ സ്വാമി, ഈ വീട് ഇടിഞ്ഞു വീഴുമോ? എനിക്ക് കിടപ്പാടം പോലും ഇല്ലാതാവുമോ? അമ്മ തൻ്റെ കാണപ്പെട്ട ദൈവമായ മുരുകനെ വിളിച്ച് കരയുകയാണ്. സുബ്രഹ്മണ്യനാണ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. എനിക്കും കരച്ചിൽ വന്നു. എൻ്റെ മക്കൾ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ എന്നെ തോളിൽ കിടത്തി മെല്ലെ പാടാൻ തുടങ്ങി.